ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഡി ബി കാര്യങ്ങളൊക്കെ 3 ഫേസ് ഡി ബി കാര്യങ്ങളൊക്കെ വെച്ച് വയറിങ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇത് നമ്മൾ 3 ഫേസ് ഡി ബി ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം 3 ഫേസ് ഡി ബി തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ട അതിൽ വന്നിരിക്കുന്ന പൈപ്പുകൾ ഇറങ്ങിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 എ സിയോ 3 എ സിയോ മാക്സിമം 2 എ സി മിനിമം ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ വെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 3 ഫേസ് ഡി ബി അത്യാവശ്യമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 3 ഫേസിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഈ ഹാള് വന്നിരിക്കുന്ന 6-4 ബോക്സിലേക്കാണ് ആ ടി ബിയിൽ നിന്ന് ബോക്സിലേക്ക് വരുന്നത്, പൈപ്പുകൾ വരുന്നത്. അതിനുശേഷം പിന്നെ ഒരു 12 മുടികളുടെ ബോക്സ് ആ ഹാളിൽ വെച്ചിട്ടുണ്ട്. ആ ഹാളിലേക്ക് നമ്മൾ ആ 6-4 പൈപ്പിൽ നിന്നും സെപ്പറേറ്റ് ഒരു പൈപ്പ് ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഡി ബിയിൽ നിന്ന് 6-4ലേക്ക് വരുന്ന പൈപ്പുകൾ നേരെ വന്നതിന് ശേഷം ഈ നമ്മുടെ ചുമരുകൾ കൺസീൽഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ കൺസീൽഡ് ചെയ്ത ഏകദേശം ഒരു 3 പൈപ്പോളം നമ്മൾ ഈ 4-4ലേക്ക് വരുന്നുണ്ട്. 4-4ലേക്ക് വരും. അതിനുശേഷം അടുത്ത 4-4ലേക്ക് വരും. അതിനുശേഷം അടുത്ത 4-4ലേക്ക് വരും. ഉണ്ടാകുക കാണുന്ന എല്ലാ 4-4കളാണ്. അതിൽ നിന്ന് സെപ്പറേറ്റ് ഒരു പൈപ്പ് ലൂപ്പ് ചെയ്ത് നമ്മുടെ താഴെ 18ൻ്റെ മോഡ്യൂൾ ബോക്സ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലിവിങ് ഏരിയയാണ്. 18 മോഡ്യൂൾ ബോക്സിലേക്ക് നമ്മൾ സെപ്പറേറ്റ് 25 mm തന്നെയാണ് അടിക്കുന്നത്. അതായത് ഡി ബിയിൽ നിന്ന് വരുന്ന പൈപ്പുകളെല്ലാം തന്നെ 25 ആണ്. അതായത് 1 ഇഞ്ച് പൈപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ വരുന്ന 4-4ൽ നിന്ന് നമ്മൾ ലൈറ്റ് പോയിന്റുകൾ നമ്മൾ കറക്റ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ ഒരു ടി വിയുടെ ഏരിയ, എക്സ്ട്രാ ഒരു പ്ലഗിൻ്റെ ഏരിയ, ഇതെല്ലാം തന്നെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു 3/4 ഇഞ്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇഞ്ചോ ഇടാം. പിന്നെ ഫാനിൻ്റെ സീലിംഗ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പിടിക്കുന്നത് ഈ വെച്ചിരിക്കുന്ന 4-4 ബോക്സിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ ഈ റൂമിലേക്കുള്ള സർക്യൂട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഏരിയയിൽ തന്നെ ഡി ബിയുടെ സ്ഥലത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ അതുപോലെ തന്നെ ഒരു 3 1 ഇഞ്ച് പൈപ്പുകളാണ് കൊണ്ടുപോകുന്നത്. 4-4 വെച്ചു. അതിനുശേഷം വീണ്ടും ഒരു 4-4 വെച്ചു. ഈ 4-4 എല്ലാം തന്നെ ഏകദേശം ലിൻഡിലിന് ഒരു കല്ല് മുകളിലായിട്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 240 സെൻറ്റിമീറ്റർ വരാവുന്ന രീതിയിലാണ് ഹൈറ്റിൽ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ 4-4ൽ നിന്ന് നേരെ 12 ബോക്സിലേക്ക് വന്നു. ആ 12 ബോക്സിൻ്റെ ബാക്ക് തുളച്ച് കിച്ചണിൻ്റെ ഏരിയയിലേക്ക് വരുന്നു. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോക്സിൻ്റെ ബാക്കിൽ മറ്റൊരു ബോക്സ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ തുളച്ചെടുക്കാം. അതിനുശേഷം നേരെ വന്നതിന് ശേഷം പവർ പ്ലഗുകൾ കൊടുക്കാൻ വേണ്ടി ഈ ബോക്സിൽ നിന്നാണ് വരുന്നത്. പിന്നെ ആ നമ്മൾ എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് ഉണ്ട്, കിച്ചണിൻ്റെ ഏരിയ ആയതുകൊണ്ട് എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് നമ്മൾ ഈ ബോക്സിലേക്ക് വെട്ടിയിടുന്നു. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡി ബിയിൽ നിന്നും ഒരു സൈഡിലേക്ക് ഒരു 3 പൈപ്പ്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 4 പൈപ്പും പിന്നെ മീറ്റർ ബോക്സിലേക്ക് പോകാനോ 2 പൈപ്പും, ആവറേജ് ഒരു 3. പിന്നെ മുകളിലെ സെക്ഷനിലേക്ക് പോകാൻ വേറൊരു സെപ്പറേറ്റ് പൈപ്പ്. ഇനി ഇതിൻ്റെ ബാക്കിലുള്ള റൂമാണ്. ആ റൂമിലേക്ക് ഇതുപോലെ തന്നെ സെപ്പറേറ്റ് പൈപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ 4-4 PVC ബോക്സിൽ നിന്ന് നേരെ ഈ ബോക്സിലേക്ക് വരുന്നു. അവിടെ വന്നതിന് ശേഷം കണ്ട വീണ്ടും നമ്മളൊരു 4-4 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്നത് ജംഗ്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പിന്നെ ഒരു വയർ വലിക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അതായത് 4-4ൻ്റെ PVC തന്നെ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ പോലത്തെ ജംഗ്ഷൻ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ജംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൂടുതലുള്ള ചാൻസസും അതുപോലെ മാക്സിമം കൊള്ളിക്കാവുന്ന വയറുകളുടെ എണ്ണം കുറവാണ്. ഇതാകുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങൾ എളുപ്പമായിരിക്കും, കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ കുറവായിരിക്കും. എല്ലാ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ നമുക്ക് ഡി ബിയിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. 4-4 PVC ബോക്സ് വെച്ച് ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ലത്. സേഫ്റ്റിയും അതാണ്. നമുക്ക് മാക്സിമം എത്ര പൈപ്പ് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാനും എത്ര സർക്യൂട്ട് പോയി കൊണ്ടുപോകാനും നമുക്ക് ഉപകരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഫേസ് ഡി ബി തന്നെ വെക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് നല്ലത്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു എ സി അല്ലെങ്കിൽ മിനിമം 2 എ സി എന്ന ലെവലിലേക്ക് ഉറപ്പായിട്ടും വരുന്നുണ്ട്. അപ്പോൾ വാട്ട്സ് കാര്യങ്ങൾ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സിംഗിൾ ഫേസ് ഡി ബിയിൽ ലോഡ് താങ്ങാനും അതുപോലെ തന്നെ ലോഡ് താങ്ങേണ്ട ഒരു പരിധി കഴിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 3 ഫേസ് ഡി ബി തന്നെ നമുക്ക് ഓൾറെഡി വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഫേസ് കണക്ഷൻ എടുത്താലും പ്രശ്നമില്ല. ഭാവിയിലേക്ക് നമുക്ക് 3 ഫേസ് ആയിട്ട് കൺവേർട്ട് ആക്കുന്നതിനും ഉപകരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.